പ്രശാന്ത് ജി, കേരള സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഗുണ്ടാ വിളയാട്ടം എന്ന് കേൾക്കുന്നുണ്ട്. വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മുറിയിൽ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു പരാതി പോയിട്ടുണ്ട് നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർക്ക്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഒരു പുതിയ കാര്യമല്ല. ഈ സർവകലാശാലയിൽ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അവിടെ ഈ ജീവനക്കാരല്ലേ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. പണ്ടവിടെ വൈസ് ചാൻസലർക്ക് ആ ഗേറ്റ് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ SFIയുടെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ എന്താ പറയുക നെറികെട്ട, നമ്മൾ ഈ സാധാരണ ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെയും പറയാം. ഇത് നെറികെട്ട അങ്ങേയറ്റത്തെ നീചമായ പ്രവൃത്തികളാണ് അവിടെ അരങ്ങേറിയിരുന്നത്. പണ്ട് ഡോക്ടർ JV വെളനിലം എന്നൊരു ആൾ വൈസ് ചാൻസലറായി. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സർട്ടിഫിക്കറ്റ് ഒരു വ്യാജ സർവകലാശാലയിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് എന്നും പറഞ്ഞ് അന്ന് എന്തൊരു പുകിലായിരുന്നു. ഞാനൊക്കെ കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്താണ്, 90കളുടെ ആദ്യ പകുതി. അന്ന് ഈ JV വെളനിലത്തിനെ ഈ സർവകലാശാല ആസ്ഥാനത്തെത്തി വൈസ് ചാൻസലറായിട്ട് സ്ഥാനമേറ്റെടുക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല. ആ SFI അങ്ങ് അഴിഞ്ഞാടുകയാണ്. ആ നമ്മുടെ ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFIയുടെ തേർവാഴ്ചയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ കാണുന്നതാണ്. അതിനു ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിച്ചതിന് കൈയും കണക്കുമില്ലല്ലോ. ചാൻസലർ ആണ് പറയുമ്പോ, പിന്നെ വൈസ് ചാൻസലറും ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അന്ന് ഈ കാറുകൾ, സർവകലാശാലയുടെ തന്നെ വാഹനങ്ങൾ തകർക്കുക, കല്ലെറിഞ്ഞ് തകർക്കുക, അതിന് തീ വയ്ക്കുക, ട്രാൻസ്പോർട്ട് ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർക്കുക, അങ്ങനെ നഗരത്തിൽ SFIയുടെ അഴിഞ്ഞാട്ടമായിരുന്നു അന്ന്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതവർ അതിനു മുമ്പും അതിനുശേഷവും നമ്മൾ പണ്ട് പ്രീ ഡിഗ്രി ബോർഡിന്റെ കാര്യത്തിൽ +2 കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമം നമുക്കറിയാം. അത് TM ജേക്കബ് മന്ത്രിയായിരുന്ന, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് TM ജേക്കബ്. ഈ യുവജനോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭാവന വിലമതിക്കാനാകാത്തതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ അപ്പോഴും അന്നും നടത്തിയ സമരങ്ങൾ, KSRTC ബസ് അടിച്ച് തകർക്കുക, അതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്, 9ലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ബസ്സിന് തീ വയ്ക്കുന്നത്. അത്തരം സംഭവങ്ങൾ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ അരങ്ങേറി എന്നുള്ളതാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് SFIയും CPMും പിന്നീട് DYFI രൂപീകരിക്കപ്പെട്ടപ്പോൾ അവരും. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. വിളനിലത്തിന് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിട്ട് വന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരുടെ താളത്തിന് തുള്ളുന്ന ആളല്ല. രാജീവ് ഗാന്ധിയുടെ താളത്തിന് അദ്ദേഹം തുള്ളിയിട്ടില്ല. രാജീവ് ഗാന്ധിയോട് പോയി പണി നോക്കാൻ പറഞ്ഞാണ്. മന്ത്രിയായിരുന്നയാള് ഷാബാനു കേസിൽ നിയമം നിർമ്മിച്ചപ്പോൾ, സുപ്രീം കോടതിയിൽ നിന്ന് ഷാബാനുവിന് അനുകൂലമായ വിധി ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ നിയമം നിർമ്മിച്ച മന്ത്രിസഭയാണ് രാജീവിൻ്റെ, മൃഗീയ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭ. ആ മന്ത്രിസഭയെ ഹരഹര തുള്ളിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി, ആ മന്ത്രിസ്ഥാനം പുല്ലുപോലെ ഇറങ്ങി വന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ തൻ്റെ ഇടം ചെറുതല്ല, അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിക്കണം. ആ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ വന്നപ്പോൾ ഇവർ വിചാരിച്ചു, സദാശിവത്തെ പോലെ അവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കും എന്ന് വിചാരിച്ചു. അദ്ദേഹം ഭരണഘടന നന്നായിട്ട് പഠിച്ചയാളാണ്, ഭരണഘടനാ വിദഗ്ധനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്. വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കണം, സർവകലാശാലയുടെ ഭാവി എന്തായിരിക്കണം, നമ്മുടെ അക്കാഡമിക്, അതായത് സിലബസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ഈ മത്സരാധിഷ്ഠിത ലോകത്ത് ഒരു മികച്ച പോരാളികളായിട്ട് വാർത്തെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങളൊന്നും ഇവർക്ക് യോജിക്കുന്നതല്ല. അദ്ദേഹത്തിനെ ഇവര് പറയുന്ന ആളിനെ VC ആക്കണം, ഇവർ പറയുന്ന ആളിനെ മറ്റ് സ്ഥാനങ്ങളിലൊക്കെ വയ്ക്കണം, സർവകലാശാലയിൽ നടക്കുന്ന എന്ത് തോന്നിയാസങ്ങൾക്കും തലയാട്ടണം. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. മിണ്ടാതിരുന്ന് അവിടെ രാജ്ഭവനിൽ ഇരിക്കും, ഇത് കൊണ്ടുവരും, പേപ്പറിന്റെ താഴെ ഷൂ അരച്ചു കൊടുക്കും. ഇത്രേ ഉള്ളൂ ചാൻസലറുടെ പണി. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, നടക്കില്ല. അതാണ് അദ്ദേഹത്തിനെ വഴിയിൽ തടയാൻ വരെ കാരണം. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറെ വഴിയിൽ തടഞ്ഞവർക്ക് അവരുടെ സിൻഡിക്കേറ്റിന് ഈ പറഞ്ഞതുപോലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ്. ജീവനക്കാരെ, അതായത് അവിടെ ഇപ്പോൾ ഒരു രജിസ്ട്രാർ സസ്പെൻഷനിലായി, ഗവർണറോട് മോശമായി പെരുമാറിയതിന്
VC നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തു. ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റ് നടപടികളിലേക്കൊക്കെ കടന്ന് മാത്രമേ രജിസ്ട്രാറിനെ പുറത്താക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ. അതതിന്റെ നടപടിക്രമം. പക്ഷേ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയുകൊണ്ട് സസ്പെൻഡ് ചെയ്യും. ആ രജിസ്ട്രാറിനെ സസ്പെൻഷൻ അനധികൃതമായിട്ട് പിൻവലിക്കാൻ ഒരു അനധികൃത യോഗം അവിടെ ചേർന്ന് VCയുടെ സാന്നിധ്യത്തിലല്ലാതെ യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് അങ്ങ് പ്രഖ്യാപിച്ചു സസ്പെൻഷൻ പിൻവലിച്ചതായിട്ട്. അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം. കാരണം വൈസ് ചാൻസലറിന്റെ അധ്യക്ഷത ഇല്ലാതെ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ അല്ലാത്ത ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് കൂടാൻ പാടില്ല. അവർക്ക് മീറ്റിംഗ് കൂടാൻ പാടില്ല. ഇനി അതിൽ വൈസ് ചാൻസലർ ഒപ്പുവെക്കാതെ അത് നിയമമാകത്തില്ല. ഇത് ഈ റദ്ദാക്കിയ നടപടി, സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൽ VC ഒപ്പുവെക്കണം. VC ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഗുണ്ടായുസമായി ജീവനക്കാരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ലോഗിൻ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ആ ലോഗിൻ പുനഃസ്ഥാപിക്കണം. ആവശ്യപ്പെടുന്ന ആരാ? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ഷിജു ഖാനും മുരളീധരൻ പിള്ളയും ചേർന്ന് അവിടെ യോഗത്തിന് വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ പറഞ്ഞതുപോലെ സർവകലാശാല ആസ്ഥാനത്ത് വന്ന് യോഗം ചേർന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷെ ജീവനക്കാരെ വിളിച്ചു വരുത്താനോ അവരെ നിയന്ത്രിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ അവർക്ക് നിർദ്ദേശം കൊടുക്കാനോ ഒന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ അധികാര ദുർവിനിയോഗമാണ് അവർ ചെയ്തത്. എന്നിട്ട് ആ അധികാര ദുർവിനിയോഗം ചെയ്ത് വനിതാ ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തി നിന്നെയൊക്കെ തീർപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. ഇത് കാലങ്ങളായിട്ട് ഈ സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം നടത്തി നിരവധി ജീവനക്കാരെ തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം എല്ലാ കാലത്തും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കും എന്ന് കരുതരുത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അത് അവിടെയാണ് തെറ്റുപറ്റിയത്. അപ്പോൾ ഇടത് യൂണിയനിൽപ്പെട്ട വനിതാ ജീവനക്കാരെ അടക്കമാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ ഉത്തരവുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഇത് VCയുടെ ഉത്തരവില്ലാതെ ഞങ്ങൾ എങ്ങനെ ചെയ്യും? ഇത് അവർ നിസ്സഹായരാണ്. അവരുടെ പണി പോവും, അകത്താവും, ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാമെന്ന് വിചാരിച്ചത് നടന്നില്ല. ഇത്രയും കാലം നടന്നു, ഇനി നടക്കില്ല. കാരണം അവർ വിചാരിച്ചു എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ നടക്കും. പണ്ടത്തെ മാതിരി ഇനി അത് എളുപ്പമല്ല. ഇവിടെ ഈ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ഒരുപടി മുകളിൽ ആണ് ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചൊക്കെ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കും, റിയാക്ട് ചെയ്യും. പക്ഷെ ആർലേക്കർ അങ്ങനെയല്ല. ആർലേക്കറിനെ കണ്ടാൽ നമുക്ക് ഒന്നും തോന്നില്ല. അദ്ദേഹം വളരെ മിണ്ടാതെ ശാന്തനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പണി കൊടുക്കേണ്ടപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പണി കൊടുക്കും. മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു രാജ്ഭവനിൽ പോയി കാല് പിടിച്ചല്ലോ രജിസ്ട്രാർക്ക് വേണ്ടി, രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ. അദ്ദേഹം കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ അന്വേഷണം നടക്കുകയല്ലേ, റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. VC അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വരട്ടെ. അങ്ങനെ ഈ ജീവനക്കാർ പരാതിയുമായിട്ട് ഗവർണറുടെ അടുത്ത് നിന്നു, ഇതാണ് അവസ്ഥ, ഞങ്ങൾക്ക് ജീവനിൽ ഭീഷണിയുണ്ട്, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. ഗവർണർ നിർദ്ദേശിച്ചു. VC അതിനനുസരിച്ച് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനോട് പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു. DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആ പരാതി കൊടുത്തതായിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞു, അത് ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ വനിതാ ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് സർവകലാശാലയുടെ വാഹനം ദുരുപയോഗം ചെയ്യുന്നു. സർവകലാശാലയുടെ കാറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ വരുമ്പോൾ അവിടെ ചെന്നവരെ വിളിച്ചോണ്ട് വരാം. അവരേതെങ്കിലും കോളേജ് സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോവുകയാണ്, അവിടെ സർവകലാശാലയുടെ കാർ ഉപയോഗിക്കാം. അതുപോലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സഹായം തേടി അവരെ നിയോഗിക്കുകയാണ്, പോയി അന്വേഷിക്കണം അല്ലെങ്കിൽ അവിടെ നടപടിയെടുക്കണം എന്നൊക്കെ, അതിന് സർവകലാശാലയുടെ വാഹനം ഉപയോഗിക്കാൻ. ഇത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സർവകലാശാലയുടെ വാഹനം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. സർവകലാശാലയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വാഹനം അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വരെ ഉപയോഗിക്കുകയാണ്. ഇത് ഈ കേരളത്തിലല്ലാതെ വേറെ ഒരിടത്തും നടക്കില്ല. നമ്പർ 1 പ്രബുദ്ധ കേരളത്തിലല്ലാതെ ഇരട്ടഞ്ചക്നൻ ഭരിക്കുന്ന, കാരണഭൂതൻ ഭരിക്കുന്ന കേരളത്തിലല്ലാതെ ഈ തോന്നിയവാസം വേറെ ഒരിടത്തും നടക്കില്ല. ഒരിടത്തും നിയമവാഴ്ച ഇത്രയും തകർന്നിട്ടില്ല. എന്തായാലും ഗവർണർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ DGPക്ക് അടക്കം പരാതി പോയിട്ടുണ്ട്. പോലീസിൽ വളരെ കൃത്യമായിട്ട് പരാതി പോയിട്ടുണ്ട്. ഷിജു ഖാന്റെയും മുരളീധരൻ പിള്ളയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് നമുക്ക് കരുതാം.